ബാലരാമപുരത്ത് സമാധിയായി എന്ന് പറയപ്പെടുന്ന ഗോപൻ സ്വാമികളുടെ ആ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിംഗ് സമാധിയായി എന്ന് പറയപ്പെടുന്ന ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്ത കടയിലാണ് നമ്മളുള്ളത്. സ്വർഗചിത്ര എന്നതാണ് ആ ഡിജിറ്റൽ പ്രിൻ്റ് എടുത്ത കടയുടെ പേര്. ആ കടയിൽ ആണ് വന്നത്, മകനാണ് വന്നത്, സനന്ദൻ ആണ് വന്നത്. ഈ ഫോട്ടോ കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രിൻ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. കടയുടെ ഉടമയാണ്. ചേട്ടാ, എപ്പോഴാണ് ഈ പുള്ളി വന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത്, എപ്പോഴാണ് വന്നത് പുള്ളി? നിങ്ങൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണോ ഈ സനന്ദൻ? നേരത്തെ അറിയാവുന്ന ആളാണോ? കണ്ടു പരിചയമുണ്ട്. ഇത് ഇപ്പം വിചിത്രമായ ഒരു ഇതാണല്ലോ, പ്രിൻ്റാണല്ലോ പറഞ്ഞേക്കുന്നത്. സമാധി, ആദരാഞ്ജലികൾക്ക് പകരം സമാധി. ചേട്ടൻ ചോദിച്ചില്ലായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ? ചോദിച്ചു. ഇപ്പം എന്താ പറഞ്ഞേ? ഇങ്ങനെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആദരാഞ്ജലികൾ വേണ്ട, പകരം സമാധി തന്നെ വെക്കണമെന്ന് ചോദിച്ചു. ഇത് അച്ഛനാണെന്ന് എങ്ങനെ പറഞ്ഞായിരുന്നു? ഇല്ല, അതറിഞ്ഞൂടാ. സാധാരണ ആൾക്കാർ ഈ സംഘടനയുടെ എവിടെയെങ്കിലും മരിക്കുമ്പോൾ ആരെങ്കിലുമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ബൊമ്മറിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര മണിക്കാണ് വന്നതെന്നറിയോ? 5 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു ഫോട്ടോ ആയിട്ടാണ് വന്നത്. നിങ്ങൾക്കും സംശയമൊന്നും തോന്നിയില്ല? സമാധി, ആദരാഞ്ജലികൾക്ക് പകരം എന്തുകൊണ്ട് സമാധി? നമ്മൾ ശ്രദ്ധിച്ചില്ല, തിരക്കായിരുന്നതുകൊണ്ടേ ആ വർക്കിലോട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ്, ആ തിരക്കായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര പ്രിൻ്റാണ് ആ പുള്ളി എടുത്തതൊക്കെ? പ്രിൻ്റെന്നാണ് തോന്നുന്നത്, ഓർമ്മയില്ല. 7 8 തോന്നുന്നത്. റേറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ? നമ്മുടെ ഒരു ഷീറ്റിന് 30 രൂപയും വർക്കിംഗ് ചാർജ് 100 രൂപയും ഇടും. ഈ ചേട്ടന് നേരത്തെ അറിയാവുന്ന ആളാണെന്നല്ലേ പറഞ്ഞേ? എങ്ങനെ അറിയാം? ഇവിടെ അമരവള ഇല്ല, മാരുതി വർക്ക്ഷോപ്പിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടു പരിചയമുണ്ട്. ചേട്ടന് ചോദിച്ചില്ലായിരുന്നു ഇതെങ്ങനെ മരിച്ചതെന്നോ അല്ലെങ്കിൽ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചില്ല? അതിനുള്ള സാവകാശം കിട്ടിയില്ല, വക്കും തിരക്കുകളുമായിരുന്നു. പെട്ടെന്ന് വന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഉള്ളൊന്നും ചോദിക്കാനും കഴിഞ്ഞില്ല. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സാവകാശം. ഈ സാധാരണ നമ്മളിപ്പോൾ ഒരു ചരമക്കാർഡ് അല്ലെങ്കിൽ ചരമ പോസ്റ്ററൊക്കെ അടിക്കുമ്പോൾ നോർമലി എത്ര എണ്ണം വെച്ചിട്ടൊക്കെയാണ് എടുക്കാറ്? സാധാരണഗതി ചിലർ 10 എടുക്കും, ചിലർ 20 എടുക്കും, ചിലർ 50 എടുക്കും. A4. അപ്പോൾ ഇവർക്ക് A4 വേണ്ട, A3 വേണമെന്ന് പറയും. അതിൻ്റെ ഡബിൾ സൈസ്. അങ്ങനെ 7 എടുത്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. മുഴുവൻ പൈസ തന്നു എന്നിട്ടാണ് പോയത്. വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. സമയം കിട്ടിയില്ല. പല വർക്കുകൾ. എത്ര മിനിറ്റ് എടുത്ത് കാണും? ഈ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറിനകത്ത്. തനിച്ചാണോ വന്നത് അതോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും? ആരുമില്ലായിരുന്നു കൂടെ, ഒറ്റയ്ക്കാണ്. എന്തായാലും നമ്മളിപ്പോഴുള്ള ഈ കടയിൽ നിന്നാണ് സനന്ദൻ, ഈ ഒരു അച്ഛൻ ഇത്തരത്തിൽ സമാധിയായി എന്ന് പറയപ്പെടുന്ന പോസ്റ്റർ അടിച്ച്, പോസ്റ്ററല്ല, ഈ ചരമ നോട്ടീസ് പോലെ ഒരു വാൾ പോസ്റ്റർ അടിച്ച് വീട്ടിലേക്ക് പോയി ഒട്ടിച്ചത് എന്ന് പറയപ്പെടുന്നത്. ആ ഒരു പോസ്റ്ററിൽ നിന്നാണ് ഈ ഒരു വലിയ വിവാദങ്ങൾ തുടങ്ങിയത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയതും ഇത് അന്വേഷിച്ച് കണ്ടെത്തിയതും. ഈ കാണുന്ന കട സ്വർഗചിത്ര എന്ന് കാണുന്ന ഈ ഒരു കടയിലാണ് ഈ ചേട്ടൻ പല വർഷങ്ങളായി ഇവിടെ ബിസിനസ് നടത്തുകയാണ്, ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകൃഷ്ണനോടൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.